ശ്രീ ജോസ്കുട്ടി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ഇന്ത്യയുടെ കൗണ്ടർ അറ്റാക്ക് മൊഡ്യൂൾ അതൊരു സൈനികർ അതിർത്തി കടന്ന് നടത്തുന്ന ഒന്നായിരിക്കില്ല. അത് തീർച്ചയായും അന്തരീക്ഷത്തിലൂടെ ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രതിരോധ വിദഗ്ധർ അടക്കം പറഞ്ഞതാണ്. ആ രീതിയിൽ തന്നെ ഭീകരവാദ കേന്ദ്രങ്ങൾ ചുട്ടരിച്ചുകൊണ്ട് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു. നമ്മുടെ 26 മനുഷ്യരുടെ ജീവനെടുത്ത ഭീകരവാദികളുടെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു. അതിനുശേഷം രാജ്യത്ത് അസാധാരണ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് അതിർത്തികളിൽ ഷെല്ലാക്രമണങ്ങൾ നടക്കുന്നു. 3 പേർക്ക് ജീവൻ നഷ്ടമായി എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നു. ഈ ഒരു സാഹചര്യത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 10-15 ദിവസമായിട്ട് നമ്മുടെ പുൽവാമ ആക്രമണത്തിന് ശേഷം, ഭീകര ആക്രമണത്തിന് ശേഷം സംഘർഷപൂരിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം. പരസ്പരം വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ 26 വിലപ്പെട്ട ജീവനാണ് പൊലിഞ്ഞത്. അതിന് നമ്മൾ നൽകിയ തിരിച്ചടിയാണ് ഇന്നലെ സംഭവിച്ചത്. ഈ തിരിച്ചടി നമ്മൾ പണ്ട് നൽകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ 2 പ്രാവശ്യവും നമ്മൾ ഇതിന് തിരിച്ചടി നൽകിയത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു. അവിടുത്തെ ഭീകര താവളങ്ങളായിരുന്നു നമ്മൾ ആക്രമിച്ചിരുന്നത്. എന്നാൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവിശ്യയായിട്ടുള്ള പഞ്ചാബിലെ ലഷ്കർ ഇ തൈബയുടെയും അതുപോലെയുള്ള മറ്റ് ഭീകര സംഘടനകളുടെയും ഒക്കെ കേന്ദ്രങ്ങളാണ് നമ്മൾ തകർത്തിരിക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ്. കാരണം 1970-ന് ശേഷം ഇന്ത്യ ഒരിക്കൽ പോലും പാകിസ്ഥാനിലേക്ക് കടന്നു കയറിയ ഒരു ആക്രമണം നടത്തിയിട്ടില്ല. ഇതിനു മുമ്പ് നടന്ന നമ്മുടെ തിരിച്ചടികളെല്ലാം തന്നെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലും അതിർത്തി പ്രദേശങ്ങളിലുമൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാന് വലിയ ക്ഷീണമാണ്. പാകിസ്ഥാന്റെ ഹൃദയഭൂമിയായ പഞ്ചാബിലും അക്രമം നടന്നിട്ടുണ്ട്. അക്രമം എന്ന് പറയുന്നത് അവരുടെ സൈനികത്തെയോ അല്ലെങ്കിൽ ജനങ്ങളെയൊന്നും അല്ല ആക്രമിച്ചിരിക്കുന്നത്, ഭീകരവാദികളുടെ താവളങ്ങളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അതിനെ അവരൊരിക്കലും ചെറുതായി കാണുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ സംഘർഷം വലുതാകാനാണ് സാധ്യത. പാകിസ്ഥാന് എന്തെങ്കിലും ഒരു തിരിച്ചടി നൽകേണ്ടതായിട്ട് വരും. അവർക്കതിന് ശേഷിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അതിർത്തിയിൽ നമ്മളിപ്പോൾ കാണുന്നുള്ള വർദ്ധിച്ചു വരുന്ന വെടിവയ്പ്, ടാങ്കുകളും അതുപോലെ മറ്റ് പീരങ്കികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വർദ്ധിച്ചിട്ടുള്ള സംഘർഷം ഇതിന്റെ ഒരു സൂചനയായിട്ട് കാണാം. നമ്മുടെ ഇരു രാജ്യങ്ങളിലും അവരുടേതായ പൗരന്മാർക്ക് പ്രാഥമിക സുരക്ഷാ ക്രമീകരണങ്ങളും പരിശീലനങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു തിരിച്ചടിയും അതിന് ചേർന്ന സംഘർഷം ചെറിയ രീതിയിലെങ്കിലും കേന്ദ്രം മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളം അതിനെ പൂർണ്ണമായും ഇന്ത്യ തകർത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ സാധാരണ ഒരു കൗണ്ടർ അറ്റാക്ക് ഒക്കെ വരുന്ന ഒരു സമയത്ത് ഈ സാധാരണ ഒരു POK കടന്നിട്ടുള്ള ഒരു പ്രകോപനം അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോ ഈ നിയന്ത്രണ രേഖയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ പോയാണ് ഇന്ത്യ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ തന്നെ പ്രതിരോധ രംഗത്ത് നിന്ന് അല്ലെങ്കിൽ നയതന്ത്ര രംഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടിയാകും പാകിസ്ഥാന് നൽകുക എന്ന സൂചനകൾ ഉണ്ടായിരുന്നോ? പ്രത്യേകിച്ച് സൂചനകളൊന്നുമില്ല. കാരണം വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. പാകിസ്ഥാന്റെ ഹൃദയഭൂമിയാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട മതകേന്ദ്രങ്ങളാണെങ്കിലും സെമിനാരികളാണെങ്കിലും, അതായത് മതപഠന പരിശീലന കേന്ദ്രങ്ങളാണെങ്കിലും തീവ്രവാദ കേന്ദ്രങ്ങളാണെങ്കിലും പാകിസ്ഥാന്റെ ഇക്കോണമിയുടെ ബേസ് എന്ന് പറയുന്നതും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ കേന്ദ്രവും എല്ലാം പഞ്ചാബാണ്. അപ്പൊ ആ പഞ്ചാബിൽ ഒരു ആക്രമണം നമ്മൾ നടത്തും. അവിടെയാണ് ഭീകരർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള താവളങ്ങൾ. അസർ മസൂദിനാണെങ്കിലും ലഷ്കർ ഇ തൈബയ്ക്കാണെങ്കിലും ഒക്കെ തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങൾ അവിടെ പട്ടാളത്തിന്റെ സംരക്ഷണയിൽ തന്നെ അവിടെയാണ് നടത്തപ്പെടുന്നത്. അവിടെ ഒരു ആക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുവാൻ സാധ്യതയില്ല. അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാൻ ഈ ആക്രമണം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. കാരണം പാക് ഒക്യുപ്പൈഡ് കാശ്മീരിന് പുറത്തേക്ക് ഒരു ആക്രമണം വ്യാപിപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയ ഗൗരവം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആക്രമണം നടത്തിയില്ലെങ്കിൽ, ഇത്തരത്തിലുള്ള പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ മാത്രം നിയന്ത്രിക്കുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് വേണ്ട രീതിയിൽ അവിടെ എത്തില്ല എന്നുള്ള ഒരു സന്ദേശമായിരിക്കും. അതുകൊണ്ട് നമ്മൾ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുവാൻ സാധ്യതയില്ല. മാത്രവുമല്ല, ഉടനെ ഒരു ആക്രമണം നടത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നില്ല. നമ്മൾ അതിന് തയ്യാറെടുക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കും അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഇത് പാകിസ്ഥാന്റെ ഹൃദയത്തിലേറ്റിട്ടുള്ള വലിയ അടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്ത്യ എന്തിനും തയ്യാറായി നിൽക്കുന്നു. നിരന്തരമായിട്ടുള്ള ഇത്തരം വളരെ ഭീരുത്വം നിറഞ്ഞ ഭീകരാക്രമണങ്ങൾക്ക് ഇരയാകുന്നതിന് തീർച്ചയായിട്ടും തിരിച്ചടി നമ്മൾ നൽകേണ്ടതുണ്ട്. അത് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പാക് ഒക്യുപ്പൈഡ് കാശ്മീരിന് അപ്പുറത്തേക്ക് ഒരു ആക്രമണം പോകുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പറഞ്ഞത് ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് വാർ. ഇതൊരു യുദ്ധമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നതെന്ന് അവർ പറഞ്ഞത്. അപ്പൊ അവർക്ക് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഏതറ്റം വരെ പോകുവാനും തയ്യാറായിട്ടുള്ള ഒരു
സൈനിക തന്ത്രമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെയധികം നന്ദി ശ്രീ ജോസ് കുട്ടി നമുക്കൊപ്പം ചേർന്നതിന്, ഈ വിഷയത്തിൽ അങ്ങ് പ്രതികരിച്ചതിന്.